നിങ്ങൾക്ക് ഞാനൊരു മനോഹരമായ സൗഹൃദ സംഭാഷണം കേൾപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട അൻസാരി സുഹരി ഉസ്താദും ജനൻ ടിവിയിലെ അവതാരകൻ ശ്യാമുമായിട്ടുള്ള മനോഹരമായ സൗഹൃദ സംഭാഷണം. നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം. ഹലോ നമസ്കാരം ഉസ്താദെ. നമസ്കാരം. ആരാ മോനെ? ഞാനിപ്പോ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ആളാ. ജനൻ ടിവിയിലെ ശ്യാമായിരുന്നേ. അയ്യോ ശ്യാമേ, മുത്തേ ഒന്നും വിചാരിക്കരുത് മുത്തേ. ഇല്ല. അല്ല, എനിവേ താങ്ക് യു സോ മച്ച്. ഞാനൊരു നന്ദി പറയാൻ വിളിച്ചതാണ്. അല്ല, ആ ഒരു പോയിന്റേ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് അന്വേഷിക്കുകയും അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നമുക്കും തിരുത്തപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, അനിൽ നമ്പ്യാർ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ സംസാരിച്ച കാര്യം ഞാനിവിടെ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല. എന്നാലേ അനിൽ നമ്പ്യാർ സംസാരിച്ചപ്പോഴേ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ഇങ്ങനെ അത്ഭുതം വന്നു. ഇവർന്നില്ല, ഇവരൊക്കെ നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി സംസാരിക്കുന്നതിനപ്പുറത്തേക്കോ സ്നേഹത്തിന്റെ ഒരു മഹാലോകം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഈ പറയുന്ന വർത്താനം കേൾക്കുമ്പോഴേ നിങ്ങളൊക്കെ വളരെ മോശം മനുഷ്യരാണെന്ന് വിചാരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അനിൽ നമ്പ്യാരുടെ വർത്താനം 4 മിനിറ്റ് സംസാരിക്കാൻ അന്തം വിട്ടു. കാരണം ഇവരൊക്കെ മുസ്ലിങ്ങളുമായി ഭയങ്കര, നമ്മുടെ ഈ കൃഷ്ണകുമാർ സാറല്ലേ മറ്റേ കൊല്ലത്ത, കൃഷ്ണകുമാർ സാറിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഷിഹാബ് തൃശ്ശൂർ എന്ന് പറയുന്ന വലിയ ബിസിനസ്സാറിനാ. അവർ തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള യാത്രയുടെയൊക്കെ വീട് എനിക്ക് കാണിച്ചത്. ഇങ്ങനെയൊക്കെയാണോ ഈ മനുഷ്യർ? എന്നെ രഹസ്യമായിട്ട് വിളിക്കുന്ന ബിജെപിക്കാരും ഒരുപാട് പേര് നമുക്ക് പേഴ്സണൽ ബന്ധമുണ്ട്. കാരണം നമ്മളെല്ലാം അന്തർലീനമായി കിടക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നെ ഒരാൾ വഴിയിൽ വെച്ച് ഒരു സംഘപരിവാരനെ ആക്രമിച്ചാൽ ശ്യാമ വെറുതെ ഇരിക്കുമോ? എന്നെ അകാരണമായിട്ട് ആക്രമിച്ചാൽ നീ വെറുതെ ഇരിക്കുമോ? 100%. ഞാനൊരു മുസൽമാനാണെന്നുള്ളത് കൊണ്ട് നിനക്ക് മനുഷ്യത്വം ഇല്ലാതിരിക്കുമോ? ഒരിക്കലും. ഒരു പള്ളി കവാടത്തിൽ വെച്ച് ശ്യാമിനെ ആരെങ്കിലും കുത്തിപ്പിടിച്ച് ആക്രമിക്കുന്ന കണ്ടാൽ ഞാൻ ഉണ്ടായിരിക്കും കാണുമോ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഞാൻ മനുഷ്യനല്ല, മൃഗത്തിന് പോലും അതിൻ്റെതായ വികാരമുണ്ട്, ഇല്ലേ? സത്യം 100%. അപ്പൊ അതുകൊണ്ട് ശ്യാമ വിളിച്ചത് ഭയങ്കര സന്തോഷം. ഞാൻ ആ വീഡിയോ കൂടി ഒന്ന് ഉസ്താദിന് അയക്കാവേ. ഞാൻ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു. കേട്ടല്ലോ, എന്ത് ലാളിത്യമുള്ള, എന്ത് സ്നേഹമുള്ള, എന്ത് വിനയമുള്ള സൗഹൃദ സംഭാഷണമായിരുന്നത്. ഇതല്ലേ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും. ആ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാം ശ്യാം എന്ന് പറയുന്ന ആ മനുഷ്യൻ എത്ര നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്ന്. എന്നാൽ ഇവർ ജനൻ ടിവിയിൽ വന്ന് വാർത്ത വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കെതിരെ മാത്രം വിദ്വേഷ പരാമർശം നടത്തുന്നത്? ഇവരുടെ ഉള്ളിൽ നല്ല മനുഷ്യർ ഉറങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവർ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ആരുടെയൊക്കെയോ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതിനിടയിൽ അൻസാരി ഉസ്താദ് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അനിൽ നമ്പ്യാരുമായി സംസാരിച്ചുവെന്നും അദ്ദേഹവും നല്ല വ്യക്തിക്ക് ഉടമയാണ് എന്നുള്ള കാര്യവും. അങ്ങനെയുള്ള ഇവർ എന്തുകൊണ്ടാണ് ചാനലിൽ വന്നിരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് എതിരെ മാത്രം സംസാരിക്കുന്നത്? അത് അവരുടെ ഉപജീവനം മാത്രം. കാരണം മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ മാത്രമേ അവരുടെ ചാനൽ നിലനിൽക്കുകയുള്ളൂ. മുസ്ലിങ്ങളെ പറയുന്നത് മാത്രം കേൾക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചാനൽ നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അതിൽ പ്രവർത്തിക്കുന്നവർ നല്ല മനസ്സിന് ഉടമയാണ് എന്നുള്ള കാര്യം ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് വളരെ വ്യക്തമായും കൃത്യമായിട്ടും അറിയാം മുസ്ലിങ്ങൾക്കെതിരെ അവർ നടത്തുന്ന പരാമർശങ്ങൾ വെറും തെറ്റാണ് എന്നുള്ള യാഥാർത്ഥ്യം. പിന്നെ ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ ഇതെല്ലാം അവരുടെ ഉപജീവന മാർഗവും ഒരു വിഭാഗം ആളുകളെ സൂചിപ്പിക്കലും മാത്രമാണ്. പ്രിയപ്പെട്ട ജനൻ ടിവിയിൽ പ്രവർത്തിക്കുന്നവരോട്, നിങ്ങളുടെ മനസ്സിൽ മരിച്ചിട്ടില്ലാത്ത മനുഷ്യത്വം ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനെ ഇനിയും കൊന്നുകളയാതെ ഇതുപോലുള്ള സൗഹാർദ്ദത്തിലൂടെ മുമ്പോട്ട് പോയാൽ എത്ര സുന്ദരമായിരിക്കും നമ്മുടെ ഈ കൊച്ചു കേരളം. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും തെറ്റ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി ആരെയും ഭയക്കാതെ വാർത്തകൾ കൃത്യമായും സത്യസന്ധമായും അവതരിപ്പിക്കുക. നമ്മുടെ ആണത്തം ആരുടെ ഭീഷണിക്ക് മുന്നിലും കൊണ്ടുപോയി പണയം വെക്കേണ്ട കാര്യമില്ല. ജീവിക്കുവാണെങ്കിൽ ആണുങ്ങളെ പോലെ ജീവിക്കണം. കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ആരുടെയും കുടുംബസ്വത്തല്ല, എന്റെയും നിങ്ങളുടെയും ഇന്ത്യയാണ്. എന്തായാലും നല്ലത് ചിന്തിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും നല്ലത് പറയാനുമുള്ള ബുദ്ധിയും തന്റെ ഇടവും ദൈവം തന്ന് അനുഗ്രഹിക്കട്ടെ.